ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ വീട്ടിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഇഡ്ഡലിത്തട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ തയ്യാറാക്കുന്നതിന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് 7 ടേബിൾ സ്പൂണോളം വരുന്ന മൈദ എടുത്താൽ മതി. കാരണം 7 ടേബിൾ സ്പൂൺ മൈദ എന്ന് പറയുന്നത് കറക്റ്റ് അരക്കപ്പോളം വരുന്ന മൈദയാണ് കേട്ടോ. അപ്പോൾ ഇത് അരക്കപ്പോളം വരുന്ന മൈദ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഒരു കപ്പില്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് 2.5 ടേബിൾ സ്പൂണോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കുക കേട്ടോ. ഫൈനായിട്ടുള്ള പൊടിച്ച പഞ്ചസാരയാണ്, മുഴുവനായിട്ടുള്ള പഞ്ചസാര എടുക്കരുത് കേട്ടോ. പിന്നെ ഇത് 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ, അതായത് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് 2 ടേബിൾ സ്പൂണോളം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡർ നമുക്കിതിൽ ആവശ്യമുണ്ട്. ഒരു കോഴിമുട്ടയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി കുറച്ച് ബദാമും കൂടി ചെറുതായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബദാമിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നമ്മളിങ്ങനെ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ബിസ്ക്കറ്റിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് വേഗം തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇത് ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉടച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂണോളം വരുന്ന സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മുട്ടയും ഓയിലും നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ബിസ്ക്കറ്റിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1/4 കപ്പോളം അല്ലാന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂണോളം വരുന്ന നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് അലിഞ്ഞു ചേരണം കേട്ടോ. എങ്കിലും നമ്മുടെ ബിസ്ക്കറ്റിന് നല്ലൊരു മധുരം ഉണ്ടാവും. നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈദയും അതേപോലെ കൊക്കോ പൗഡറൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതുപോലുള്ളൊരു അരിപ്പ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറക്റ്റ് 1/2 കപ്പോളം വരുന്ന മൈദ, അതായത് കറക്റ്റ് 7 ടേബിൾ സ്പൂണോളം വരുന്ന മൈദയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. അതേപോലെ 3 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത്, ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ടൈറ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കേക്കിൻ്റെ ബാറ്റർ പോലെ ഒരുപാട് ലൂസ് ആയിട്ടല്ല. അപ്പോൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് മൈദ ആയതുകൊണ്ട് ചിലപ്പോഴും കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ നിന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. അതേപോലെ മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതാണ്. കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതേസമയം ഇതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കണം കേട്ടോ. ആ ഒരു പരുവത്തുന്നത് വരെ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണോളം വരുന്ന പൊടിക്കാത്ത, അതായത് മുഴുവനായിട്ടുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര തരികൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതേ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എല്ലാ കുഴികളിലും ഓയിൽ തടവിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ കൈയുടെ അടിയിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവിൽ നിന്നും ഈ ഒരു അളവിൽ മാത്രം മാവ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ കൈയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ക്രാക്ക് വീഴും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ മറ്റേ കൈ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ പ്രസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് നൈസായി പോകരുത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതേ ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഡിസൈൻ. നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇറുക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ നേരത്തെ ബദാം ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി ഇത് പതുക്കെ നമുക്ക് ഈ ഒരു ഇഡ്ഡലിത്തട്ടിൻ്റെ ഈ ഒരു കുഴിയിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇഡ്ഡലിച്ചെമ്പിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 5 മിനിറ്റ് നമുക്ക് ഈ ഒരു ഇഡ്ഡലിച്ചെമ്പ് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇഡ്ഡലിച്ചെമ്പൊക്കെ നന്നായിട്ട് ചൂടായി കറക്റ്റ് ഇതിൽ നിന്നും പുക വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു തട്ട് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇഡ്ഡലിച്ചെമ്പിൻ്റെ അടപ്പിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 20 മുതൽ ഒരു 30 മിനിറ്റ് വരെ. അപ്പോൾ കറക്റ്റ് സമയം കൊണ്ട് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു ബിസ്ക്കറ്റൊക്കെ ശരിക്കും വേവാത്തത് പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക കേട്ടോ. പക്ഷെ അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിസ്ക്കറ്റിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ക്രഞ്ചി ആയിട്ടും നല്ല കറക്റ്റ് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട. ഇനി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തരികളായിട്ട് വീഴുന്ന ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിതിൽ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫ്ലേവറുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് ബൈ.